നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർ വി ശിവൻകുട്ടിയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് നമ്മുടെ ഹലോ മലയാളത്തിൽ എത്തിയിരിക്കുന്നത്. മിനിസ്റ്ററെ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. മിനിസ്റ്റർ, ഇതിപ്പോ ഈ നടന്ന സംഭവങ്ങൾ, കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു, അങ്ങ് തന്നെ പറഞ്ഞ് അറിയുകയും ചെയ്തു. ഇതിപ്പോ ഭാരതാംബയെ രാജ്ഭവന് മുകളിൽ പ്രതിഷ്ഠിച്ച് പുതിയൊരു പോർമുഖം തുറക്കുകയാണല്ലോ ഗവർണർ. അല്ല, അത് നമുക്ക് എല്ലാ കേരളത്തിലുള്ളവർക്കും രാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്കും എല്ലാവർക്കും തന്നെ അറിയാം, അതൊരു ജനാധിപത്യ വിരുദ്ധ ഭരണഘടനാ വിരുദ്ധ നടപടിയാണെന്നുള്ളവർ എല്ലാവർക്കും അറിയാവുന്നതാണ്. മിനിസ്റ്റർ, ഈ രാജ്ഭവൻ മന്ത്രിയുടെ തീർച്ചയായിട്ടും അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിയുമെന്നാണ് ഞങ്ങൾ ധരിക്കുന്നത്. ഓക്കെ, ഈ രാജ്ഭവൻ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായി, രാജ്ഭവനെ അപമാനിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സർക്കാരിന് ഇപ്പോൾ ഇങ്ങനെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് വന്ന സാഹചര്യത്തിൽ ഇനി സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം കൊടുക്കേണ്ടി വരില്ല ഈ ആരോപണങ്ങളിലൊക്കെ? അല്ല, ഇത് പിന്നെ ഞാൻ പ്രോട്ടോക്കോളൊന്നും ലംഘിച്ചിട്ടില്ല. അത് ഞാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ 163 പ്രകാരം സംസ്ഥാന മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തനം നടത്തേണ്ടത്. ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന കോടതിയും ഹൈക്കോടതിയും അതുപോലെ തന്നെ സുപ്രീം കോടതിയൊക്കെ തന്നെ ഒരു സംശയവുമില്ലാത്ത നിലയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണർമാരുടെ അധികാരത്തെ സംബന്ധിച്ചിടത്തോളം അധികമായി ഉള്ള വിഷയങ്ങൾ ഇടപെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ സുപ്രീം കോടതി താക്കീത് എന്നുള്ള നിലയിലും ഉപദേശം എന്നുള്ള നിലയിലൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു പ്രോട്ടോക്കോൾ ലംഘനം നടത്തിയിട്ടില്ല. പ്രോട്ടോക്കോൾ ലംഘനം നടത്തിയിരിക്കുന്നതും ഭരണഘടനാ വിരുദ്ധമായ നടപടി സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാനപ്പെട്ട ഗവർണറാണ്. അദ്ദേഹം ഒരു വനിത ഒരു കാവിക്കൊടി പിടിച്ച ഒരു ഫോട്ടോ കൊണ്ടുവച്ച് ഔദ്യോഗിക ചടങ്ങിൽ പുഷ്പാർച്ചന നടത്തി ദീപം കത്തിച്ച് ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി അദ്ദേഹത്തിന് എവിടുന്നാണ് ഈ ഉപദേശം കിട്ടിയത്? ഏത് ഭരണഘടനയിലാണ് പറയുന്നത്? ഏത് പ്രോട്ടോക്കോളിലാണ് ഇത് പറയുന്നത്? ഇത് രാജ്ഭവനാണ്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആസ്ഥാനമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഇന്നലെ തന്നെ പ്രതിഷേധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും തുടർന്നാണ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയിലും ആലോചിക്കും. മിനിസ്റ്റർ, ഇതിപ്പോൾ ഈ പതാകയിൽ മാത്രമല്ലല്ലോ, ഭൂപടം പോലും വേറെയല്ലേ? ഇപ്പോൾ നമ്മുടെ അംബേദ്കറും ഗാന്ധിജിയും ഒക്കെ സൃഷ്ടിച്ച ഭാരതമല്ല ഈ ചിത്രത്തിലുള്ള ഭൂപടത്തിലുള്ളത്. അപ്പോൾ ഒരു നിയമ നടപടിയിലേക്ക് സർക്കാർ കടക്കുമോ? അല്ല, അതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആലോചിക്കട്ടെ. കാര്യം വെച്ചാൽ ഒരു ഇന്ത്യ അല്ലാത്ത ഒരു പടം, പിന്നെ ആർക്കും അറിയാത്ത ഒരു വനിതയുടെ പടം, എന്നിട്ട് അവരെ ഭാരതാംബ എന്ന് പറയുക, എന്നിട്ട് അത് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക. ഒരു മഹാത്മാഗാന്ധിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടമാണ് വച്ചിരുന്നെങ്കിൽ കുട്ടികൾക്കത് മനസ്സിലാക്കാനും കാണാനും ഒക്കെ ഒരു സന്തോഷമുണ്ടായിരുന്നു. ഇത് ഏതോ ഒരു വനിതയുടെ മുഖം വരച്ച് വെച്ചിട്ട് ഒരു കൊടിയും കൂടെ എടുത്ത് കൈ കൊടുത്തിരിക്കുക. ഇതൊക്കെ ഏത് രാജ്യത്താണ് നടക്കാൻ പോകുന്നത്? ബഹുമാനപ്പെട്ട ഗവർണർ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്? മിനിസ്റ്റർ, ഇപ്പോൾ ഒരു സർക്കാർ പരിപാടി നടക്കുമ്പോൾ രാജ്ഭവൻ എങ്ങനെ വേണം പ്രവർത്തിക്കാൻ എന്നുള്ളത് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ മന്ത്രിമാരുടെയും ഒക്കെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേണ്ടേ ഒരു ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം ഉള്ളപ്പോൾ എന്തിനാവും ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ രാജ്ഭവൻ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്? അങ്ങക്ക് എന്താണ് തോന്നുന്നത്? അല്ലേ, ആർട്ടിക്കിൾ 163 വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ഗവർണർ എങ്ങനെ ആയിരിക്കും പ്രവർത്തിക്കേണ്ടത്, ഗവർണറുടെ അധികാരം എന്തൊക്കെ ആയിരിക്കണം എന്ന് മാത്രമല്ല വേറെയും മതേതരത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടതെന്ന് സംബന്ധിച്ചിടത്തോളം ഭരണഘടന പറയുന്നുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ട് RSSൻ്റെ പ്രചാരകനായി RSSൻ്റെ ആസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പോലുള്ള പ്രവർത്തനം നടത്തുക എന്ന് പറയുമ്പോൾ RSSൻ്റെ പ്രചരണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഗവർണറുടെ പദവി ഉപയോഗിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്.
ഇപ്പോൾ ഇങ്ങനെയാണ് രാജ്ഭവന്റെ ഒരു നിലപാടെങ്കിൽ, അതായത് ഈ ഒരു ചിത്രം മാറ്റില്ല എന്നാണ് ഗവർണർ ഇനിയും എടുക്കുന്ന നിലപാടെങ്കിൽ, എങ്ങനെയാണ് മിനിസ്റ്റർ ഇനിയിപ്പം രാജ്ഭവനിൽ വെച്ച് സർക്കാർ പരിപാടികളൊക്കെ നടത്താനാവുക? അങ്ങനെയാണെങ്കിൽ ഈ നിലവിലെ കാര്യങ്ങളിലൊക്കെ ഒരു പുനഃപരിശോധനയിലേക്കൊക്കെ സർക്കാരിന് പോകേണ്ടി വരില്ലേ? അങ്ങനെ പിന്നെ സംസ്ഥാന ഗവൺമെൻറ് എതിർക്കുന്ന ഭരണഘടനയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പിന്നെ രാജ്യത്തെ ആധികാരികമായ സ്ഥാപനങ്ങളുടെ ഉത്തരവുകൾ ഇല്ലാതെ പിന്നെ ഒരു ചടങ്ങുകൾ നിരന്തരമായി ചടങ്ങുകൾ ഇങ്ങനെ നടത്തുള്ളൂ എന്നുള്ളത് തീരുമാനിച്ചാൽ അത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ കൂട്ടായി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഈ ഭാരതാംബയുടെ ചിത്രം അവിടെ വരുന്നു, അതിലുള്ള പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തുന്നു, അന്ന് ആ പരിപാടി ബഹിഷ്കരിച്ച് അദ്ദേഹം പോകുന്നു. അതിനുശേഷം പിന്നീട് രാജ്ഭവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ സർക്കാർ പരിപാടികളിൽ ഞാൻ ഈ ചിത്രം വയ്ക്കില്ല, പക്ഷേ ഈ ചിത്രം അവിടെ തന്നെ തുടരും, സർക്കാർ പരിപാടികളിൽ വയ്ക്കില്ല എന്നൊരു നിലപാടൊക്കെ എടുക്കുന്നു. പക്ഷേ വീണ്ടും അതേ നിലപാട് തുടരുകയാണ് രാജ്ഭവൻ, ഗവർണർ. ആ ഗവർണറുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് ആ പ്രതിമയെ വെടിവെക്കുന്ന രാഷ്ട്രീയമാണ്, പിന്നെ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അതാണ് അത് വീണ്ടും പറയാനുള്ള കാരണം. മിനിസ്റ്റർ, ഇപ്പം ഈ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഉണ്ടാക്കി വെച്ച പ്രതിസന്ധികളൊന്നും ചെറുതല്ല. കാരണം അത്രയും കാലം വരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു പോരിന് പോലും വഴി തുറന്നിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അതിനുശേഷം അദ്ദേഹം പോകുന്നു, രാജേന്ദ്ര അർലേക്കർ വരുന്നു. അദ്ദേഹം തുടക്ക സമയത്തൊക്കെ സംസ്ഥാനവുമായിട്ട് സ്വീകരിച്ചത് വളരെ നല്ല സമീപനമായിരുന്നു. അദ്ദേഹം വളരെ മാന്യമായി പെരുമാറുകയും മാന്യമായി കാര്യങ്ങളിൽ ഇടപെടുകയും ഒരു സൗമ്യമായ ഒരു സമീപനമൊക്കെ സ്വീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോക്ക് അതെങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിച്ച് തന്നെയാണ് ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത്. തുടക്കത്തിൽ അദ്ദേഹം പിന്നെ മാന്യമായി പെരുമാറി എന്നുള്ള കാര്യം ശരി തന്നെയാണ്. അത് ഓരോ കാര്യങ്ങളും മാന്യമായി പെരുമാറുന്ന അവസരത്തിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ അജണ്ട ഉണ്ടായിരുന്നു. ഇപ്പോൾ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം പിന്നെ ഓരോ കാര്യങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അന്വേഷണം നടത്തിയാൽ RSSൻ്റെ ഒരു പിന്നെ താവളമായി നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ രാജഭവൻ മാറിയിരിക്കുന്നു എന്നുള്ള വിവരം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ പാരമ്പര്യമുള്ള ഗവർണർ ഒരു RSS അജണ്ട സംസ്ഥാനത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണമോ നിലവിലെ നീക്കങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ? അങ്ങനെ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പക്ഷേ കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ലെന്നും നടക്കാൻ പോകുന്നില്ലെന്നുള്ള വിവരം കാലം തെളിയിക്കും. അപ്പോൾ ഈ RSSനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. പറഞ്ഞോളൂ മിനിസ്റ്റർ. RSSനെയൊക്കെ ധാരാളം പ്രാവശ്യം വെല്ലുവിളിച്ചുകൊണ്ടും ധീരതയോടെ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ രണ്ടാം പ്രാവശ്യം അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെങ്കിൽ RSSൻ്റെ പരസ്യ വെല്ലുവിളികളെയും കൊലവിളികളെയും വെല്ലുവിളിച്ചുകൊണ്ട് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് RSSൻ്റെ പേര് പറഞ്ഞെന്നും ഗവർണർ ഞങ്ങളെ പിന്നെ ഭീഷണിപ്പെടുത്താനും വരട്ടാനൊന്നും വരണ്ട, അത് നടക്കുന്ന പ്രശ്നമേ ഇല്ല. ഗവർണർ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്തം വഹിച്ചാൽ അതിന് അങ്ങേയറ്റത്തെ ബഹുമാനം പിന്നെ കൊടുക്കും. പിന്നെ ഞങ്ങൾ അദ്ദേഹത്തെ പിന്നെ സ്വീകരിക്കും. RSS നേതാവ് എന്നുള്ള നിലയിലുള്ള പെരുമാറ്റം ഉണ്ടായാൽ തിരിച്ചും അതേ രൂപത്തിലുള്ള പെരുമാറ്റം തന്നെ ഉണ്ടാവും. അത് തന്നെയാണ് പറയാനുള്ളത്. അതായത് അപ്പോൾ ഇനി വീണ്ടും ഈ ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് ഗവർണർ പോവുകയാണെങ്കിൽ വേണ്ട രീതിയിലുള്ള നടപടിയിലേക്ക് സർക്കാരും കടക്കും അല്ലേ? നമുക്ക് അല്ലാതെ RSSനെ പൂജിക്കേണ്ട ഒരു കാര്യമില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ലല്ലോ. ഓക്കെ മിനിസ്റ്റർ, അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കാര്യം പറയാതെ വയ്യ. ഇന്നലെ ഒരു വായനാ ദിനമായിരുന്നു. ആ വായനാ ദിനത്തിൽ ഒരു തെറ്റായ ബോധം നമ്മുടെ കുട്ടികളിൽ ജനിപ്പിക്കാതിരിക്കാൻ ശക്തമായ നിലപാടെടുത്ത അങ്ങേക്ക് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. താങ്ക് യു. ശരി, വളരെയധികം നന്ദി മിനിസ്റ്ററെ നമുക്കിപ്പം ചേർന്നതിന്. ഇവിടെ പ്രേക്ഷകരെ, ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയാണ് നമുക്കൊപ്പം ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയത്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഗവർണർ സർക്കാർ പോര് അതുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കുകയായിരുന്നു.